Shiron YT bro, thank you so much for the 40 rupees super chat bro. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പോൾ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് ആർപ്പിയിലോട്ട് കയറാം. അല്ല ആർപ്പിയിലല്ല, വാലറന്റിലോട്ട് കയറാം. ഗൈസ്, ആദ്യം തന്നെ ഞാൻ പറയാം. മെയിനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയേണ്ട, നിങ്ങളെല്ലാം കേൾക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കുമെന്ന് ആണ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് സരക്ക് ഇറങ്ങിയപ്പോഴും അതിനു മുമ്പും ഞാനും സരക്കും തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതായിട്ടുണ്ട്. സോ അതിൻ്റെ പേരിലാണ് സരക്ക് കഴിഞ്ഞ വട്ടം ആണെങ്കിലും ഇതിൽ നിന്ന് ഇറങ്ങിയത്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വട്ടം ആ ഒരു ക്ലാഷ് വന്നതിന് ശേഷം വീണ്ടും വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി കേട്ടോ. വീണ്ടും 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 അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അത് കുറച്ച് ശോകമായി തുടങ്ങി. അത് അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പം നമ്മൾ അതുവരെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മൾ പറഞ്ഞ് സോൾവ് ആക്കിയതായിരുന്നു. സോൾവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് മറ്റേ AGRലെ ഇഷ്യൂ നടന്നതിൻ്റെ അന്ന് ഞാൻ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ ഗ്രൂപ്പിൽ ഇതുപോലെ ഇട്ടേക്കുന്നു, എന്താ ഞാൻ ടി വിയിൽ നിന്ന് ഇറങ്ങുവാണ്, സോ എല്ലാവർക്കും ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ മെസ്സേജ് ഇട്ട്. സോ മെസ്സേജ് ഇട്ടപ്പോഴത്തേക്കിനും എന്നിട്ട് ഉച്ചയ്ക്ക് ലൈവ് വന്നപ്പോൾ ഞാൻ ഓർത്ത് അന്നേരത്തെ ഒരു ഇതിൻ്റെ പുറത്തിട്ടതായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ എന്നിട്ട് ഉടനെ തന്നെ അവനെ ഫോൺ വിളിച്ച് ഒരു 10 വട്ടം ഞാൻ വിളിച്ചു, ജോക്കി വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഞങ്ങളെല്ലാവരും വിളിച്ചതിന് ശേഷം അവൻ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം മെസ്സേജ് ഇട്ട് പറഞ്ഞ് സംസാരിക്കാൻ താല്പര്യമില്ലടാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചു. അന്നേരം ഞാനിങ്ങനെ എൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അവൻ അവൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും പറയുന്നു. സോ ഒരു സൈഡിൽ അവൻ്റെ ചേട്ടൻ, ഒരു സൈഡിൽ TV എന്ന് പറയുമ്പോഴത്തേക്കിനും അത് അങ്ങനെ ഡിസ്കഷനിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ കോൾ വിളിച്ചിട്ട് എടുത്തില്ല. കോൾ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. ആൻഡ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ, ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ട് പോയി, അതായത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ടിന് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഉറങ്ങി കിടക്കുമ്പോഴാണ് ജോക്കി എന്നെ വിളിച്ചിട്ട് പറയണത്. ജോക്കി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ എന്താ റിബൽ ഇതുപോലെ ലൈവ് ഇട്ടിട്ട് ഇറങ്ങുവാന്ന് അനൗൺസ് ചെയ്ത്, എന്താണ് ഇത്, ഇങ്ങനത്തെ കാര്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്താ ജോക്കി, ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് TV റിലേറ്റഡ് ആയെന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം ഒന്നും മനസ്സിലായില്ല. മേ ബി ചിലപ്പോൾ പഴയ ഇഷ്യൂസ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന സംസാരങ്ങളും ഞങ്ങളുള്ള ഇതെല്ലാം അവന് ബാഡ് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് സ്റ്റിൽ അപ്പം ഞാനും വിചാരിച്ചെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവൻ നിർത്തി, എല്ലാവരും നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് നിർത്താം എന്നുള്ളൊരു കാര്യമാണ് ഞാനും വിചാരിച്ചിരുന്ന കാര്യം, ഞാനും പറഞ്ഞ കാര്യം അതുതന്നെയാണ്. പക്ഷെ അവരുടെ ഇപ്പം അവനാണെങ്കിൽ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ, എന്താ അവർ വേറെ സെർവറിൽ പോയി RP കളിക്കുവാണ്. വേറെ സെർവറിൽ പോയി കളിക്കും. എന്താ അവിടെ ഇപ്പോൾ ഗ്യാങ് തുടങ്ങുന്നൊന്നുമല്ല ഗൈസ് ഞാൻ പറയണത്. അവൻ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്, അവർ വേറെ സെർവറിൽ പോയി RP ചെയ്തോളാം എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കൺസേൺ ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. നിങ്ങളോട് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു കൺസേൺ പറഞ്ഞുതരാം. നമ്മുടെ അതിനകത്ത് TV ചന്ദ്രനടക്കം കുറേ പേര്, ഞാൻ RP അങ്ങനെ അധികം കയറാറില്ല, നിങ്ങൾക്കറിയാം. ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇങ്ങനത്തെ ഗെയിംസും ഇതൊക്കെയാണ് മോസ്റ്റ്ലി ഞാനിപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. എനിക്കതൊരു വരുമാന മാർഗം എന്നുള്ളൊരു സാധനമായിട്ട് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. ലോക്കോക്ക് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ഇൻകം സോഴ്സ് അതല്ല. ഞാൻ അങ്ങനത്തെ ഒരു രീതിയിൽ, നിങ്ങൾക്ക് തന്നെ അറിയാം, ആണ്ടിലൊരിക്കൽ RP കയറുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണത് പോലെ എന്താ സ്ട്രീമും ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട്. ആൻഡ് പെട്ടെന്ന് വന്ന് നിർത്തുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കാര്യങ്ങളെ ബാധിക്കും. ആൻഡ് എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്, പോകുന്നവരൊക്കെ പോട്ടെ, നിൽക്കുന്നവരൊക്കെ നിൽക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ കൊണ്ടുവന്നത്, ഇവിടെ വരെ പെട്ടെന്ന് കൊണ്ടുവന്നതാ. അപ്പം നിർത്തുവാണെങ്കിൽ എല്ലാവരോടും ഒരുമിച്ച് നിർത്തുമെന്നുള്ള വാർത്തയായിരുന്നു ഞാൻ കേൾക്കണമെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഇതങ്ങനെയല്ല. ഒരു അവരപ്പുറത്ത് പോയി ഇപ്പോൾ RP കളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ടത് നിർത്തിപ്പോയിട്ട് എനിക്ക് കാര്യം ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇത് നിർത്തത്തില്ല. TV ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് TV ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ RP കളിക്കും. ഇത്രയും നാൾ ലൈക്ക് വിത്ത് ഓൾ റെസ്പെക്റ്റ് ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും അവനെ എടുത്ത് കുറ്റം പറയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്തും പറയുകയാണ്, ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവൻ TVയുടെ കാര്യങ്ങൾ നോക്കി ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാഞ്ഞതും ഞാൻ ഇതാക്കാഞ്ഞതും. സീരിയസ് ആയിട്ട് പറയുവാണ്.
അവൻ അത്രയും ഭംഗിയായിട്ട് ഗൈസ്, നമ്മൾ അത്രയും ഭംഗിയായിട്ട് അവൻ അടിപൊളിയായിട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിൽ ഇൻ്റർഫിയർ ചെയ്യാത്തതും ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടാണ്. കാരണം അവൻ അത്രയും ഇതാണ്. അവനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്കതിനപ്പുറത്ത് വേറെ അവനെ കുറ്റം പറയാനും ഒന്നുമില്ല. എല്ലാവരും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. ലൈക്ക് അവരൊക്കെ അവിടെ കളിക്കുവാണെന്നാണ്, അല്ലെങ്കിൽ എല്ലാം ഇതിനി ഒരുമിച്ച് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞ കേസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. രണ്ടുപേരുടെയും മൈൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇത് സോർട്ട് ചെയ്യുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഇത് മാത്രം ഡിസിഷൻ മാത്രമാണ് ഞാൻ പറയണത്. ഇപ്പം ഈ വഴിയിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് പിള്ളേരെ വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. ആൻഡ് TV വിൽ ബി ദെയർ. ഞാൻ അതിൽ അവർ ആർ പിയുടെ കാര്യം മാത്രമല്ല, അത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. സോ എനിക്ക് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരാളെ കുറ്റം പറയാനില്ല. ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അങ്ങനെ കുറ്റം പറയാനുള്ള ഒരു സാധ്യതയില്ല എനിക്ക്. പക്ഷേ കുറ്റം പറയാനുള്ള കുറച്ച് തള്ളയോളികളുണ്ട്. അവരുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്, അതുകൂടെ പറഞ്ഞിട്ട് പോകണം. നമ്മളിങ്ങനൊരു സാധനം നമ്മളിങ്ങനെ സ്റ്റോറി ഇട്ടപ്പം എവിടുന്നോ വന്ന തീട്ടമൊക്കെ എവിടുന്ന് വന്ന തീട്ടം എന്നല്ല, സ്വർഗരാജ്യത്തിലെ പട്ടികൾ, സ്വർഗരാജ്യം എന്ന് പറഞ്ഞൊരു കുണ്ണ സെർവർ ഉണ്ടായിരുന്നല്ലോ, അവിടുത്തെ പട്ടികൾ കൺമ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത്. എടാ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട്? TV കളിച്ചൊരു സെർവർ, അത്രേ ഉള്ളൂ നീയൊക്കെ, മനസ്സിലായ? TV കളിച്ചുകൊണ്ടിരുന്നൊരു സെർവർ, ആകെ അഡ്മിൻസും മറ്റേ പെമ്പിള്ളർ നടക്കണവന്മാരും മാത്രമായിട്ട് മറ്റേ മൂഞ്ചിക്കൊണ്ടിരുന്ന ഒരു സെർവറിൽ 10 പേര് കയറിയത് TV വന്നപ്പോഴാണ്, മനസ്സിലായ? നിങ്ങൾ അഡ്മിൻസും മറ്റേ മാത്രമല്ലാതെ ബാക്കി ഒരു 5 പ്ലേയേഴ്സ് ആയിട്ട് വന്നത് TV ആണ് അവിടെ ആദ്യം. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവന്മാർ വന്നിട്ട് നിന്റെയൊക്കെ മറ്റേ ഡയലോഗ് അടി കേൾക്കണമല്ലോ. നീയൊക്കെ എന്തോ വിചാരിച്ചു കൊണ്ടേ അങ്ങ് നിർത്തി പോവാന്നോ? നിർത്തുന്നില്ലടാ തീട്ടങ്ങളെ. നിന്റെ ഐറണി കുണ്ണയ്ക്കകത്താ. ഓടാ പുണ്ടങ്ങളെ, നിന്നെയൊക്കെ കണ്ടേച്ചാലും മതി. മറ്റേ തീട്ടങ്ങൾ മറ്റേ എല്ലാ എന്തോ വലിയ സംഭവമായിരുന്ന പോലെ നീയൊക്കെ മറ്റേ മോസ്റ്റ് അഡ്വാൻസ്ഡ് സെർവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ വന്ന് കളിച്ചത്. അല്ലാതെ നക്കി വിളിച്ചോണ്ടല്ല. ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു വേറെ. കൂടെ നിൽക്കുക എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളെ മറ്റേ ഇൻവൈറ്റ് ചെയ്ത് അവിടോട്ട് വിളിച്ചിട്ട് പ്ലീസ് നമ്മുടെ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിന്നവരല്ലേടാ, നിങ്ങൾ സൂപ്പർ ചാറ്റൊക്കെ ചെയ്തിട്ടില്ലേടാ, മെമ്പർഷിപ്പൊക്കെ ചെയ്തിട്ടില്ലേടാ, നമ്മളിവിടെ വന്ന് കളിക്കണം എന്ന് പറഞ്ഞ് നിന്ന നായ്ക്കള് ഇന്ന് ഇവിടെ വന്നിട്ട് മെസ് ഡയലോഗ് അടിക്കണം. അവൻ്റെയൊക്കെ അണ്ടിയിലെ മെസ് ഡയലോഗ്. എടാ പോയി വല്ല തീട്ടം വരുത്തുന്ന ജീവിക്കടാ. എടാ നീയൊക്കെ വല്ല മറ്റേ ഫ്രീ മറ്റേ ഇത് കൊടുത്തിട്ട് പോലും ഏതെങ്കിലും പട്ടികൾ അവിടെ വന്ന് കളിക്കുന്നുണ്ടോ? അതിനർത്ഥം നിന്റെയൊക്കെ കുണമാണ്, മനസ്സിലായ? നിന്റെയൊക്കെ കുണം ഇങ്ങനെ ആയതുകൊണ്ടാ, നീയൊന്നും ഗതി പിടിക്കാത്തത് അതുകൊണ്ടാ, മനസ്സിലായ? അയ്യോ, ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ വേറൊരു നമ്മൾ ഇപ്പോൾ പോയി ഒരാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു വൈറ്റ് ലിസ്റ്റ് എടുത്താൽ നമ്മുടെ കുഞ്ഞമ്മയ്ക്കും വൈറ്റ് ലിസ്റ്റ് ഫ്രീ, 2 പേർക്ക് വൈറ്റ് ലിസ്റ്റ് ഫ്രീ. ഇതാണ് അവരുടെ ഓഫർ. എന്നിട്ടും അവിടെ കളിക്കാൻ അവൻ്റെ തന്തയില്ല. അവനൊക്കെയാണ് വാരി എറിയുന്നത്. ഗൈസ്, എൻ്റെ ഡിസിഷൻ ഞാൻ പറയാണ്, ഞാൻ TV മുന്നോട്ട് തന്നെ കൊണ്ടുപോവാണ്. അതിൽ വേറെ ഒരു ഇതും ഇല്ല. അതിപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേലും ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇറങ്ങുന്നവർക്കൊക്കെ ഇറങ്ങാം, നിൽക്കുന്നവർക്കൊക്കെ നിൽക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു 3 പിള്ളേരെങ്കിൽ 3 പിള്ളേരല്ല, 4 പിള്ളേരെങ്കിൽ 4 പിള്ളേർ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതിൽ ആദ്യം വന്ന് മെസ്സേജ് അയച്ച ആൾക്കാരടക്കം, കീരി അടക്കം വന്ന് പറഞ്ഞാണ്, എടാ നമ്മൾ 4 പേര് തുടങ്ങിയതാണ്, നമ്മൾ 4 പേരായിട്ട് തുടങ്ങിയതാ, അത് ഇങ്ങനെ ഇറങ്ങി പോകാൻ എനിക്ക് താല്പര്യമില്ല. അല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് താല്പര്യം. ആൻഡ് എല്ലാവർക്കും ഒരുമിച്ച് നിർത്തണം എന്ന് തോന്നുന്ന ഒരു ടൈമിൽ അങ്ങ് നിർത്തിക്കോളാം. ആൻഡ് വേറെ ഒരു ഞങ്ങൾ ഇറങ്ങുന്നവരോടും പോകുന്നവരോടും ഇതുമില്ല. പക്ഷേ ഈ ലാസ്റ്റ് ഒരു സിറ്റുവേഷൻ എന്ന് പറയണത് TV ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലായിരുന്നു. ഈ പറയണത് പോലെ ഇന്നലെ AGR ആയിട്ടുള്ള ഇതിൽ നമ്മൾ സംസാരിച്ച് അതിനകത്ത് വേഴ്സായിട്ട് അവന് ഇതായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാമല്ലോ, എനിക്കിതിപ്പം നിർത്താൻ എന്തായാലും താല്പര്യമില്ല. എനിക്കിപ്പോൾ എന്തായാലും സത്യമായിട്ട് പറഞ്ഞാൽ എനിക്കിത് നിർത്താൻ താല്പര്യമില്ല. ഇത് വഴിയിലിട്ടിട്ട് പോകാൻ എന്തായാലും താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, 5 പേരെ ഉള്ളെങ്കിൽ 5 പേരെ അവരെ വെച്ച് ചെയ്യാനത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും TVക്ക് മുമ്പ് ഉണ്ടായതാണ് വരുന്തു വാസു. ആ വരുന്തു വാസുവിന് അത് ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് മുമ്പോട്ട് എത്തിക്കാം. ഇറ്റാച്ചി ആൻഡ് രായൻ ലെഫ്റ്റ്. ഇറ്റാച്ചി രായൻ മാത്രമല്ല ബ്രോ, കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബ്രോ, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ മാത്രം നോക്കിയാൽ പോരാ.
ഇത് വെറുതെ ഒരു ഗ്യാങ് ലെഫ്റ്റ് ആവുന്നു അങ്ങനത്തെ ഒരു സ്കീം അല്ല ഇത്. എനിക്കിത് അതല്ല, മനസ്സിലായ? എനിക്ക് സത്യം പറഞ്ഞ ഇത് അതല്ല. എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ചന്ദ്രൻ ആയിക്കോട്ടെ, സ്ട്രീം ചെയ്യണ ബാക്കി പിള്ളേരായിക്കോട്ടെ, അവർക്കൊക്കെ ഇതൊരു എന്താ പറയാ, അവരുടെ ഉപജീവന മാർഗമാണ് മെയിൻ ആയിട്ട്. അപ്പോ അവരുടെ കാര്യം കൂടെ എനിക്ക് കൺസിഡർ ചെയ്യണം. എനിക്ക് കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും സീരിയസ് ആയിട്ട് ഞാൻ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു സമയത്ത് പോയവരൊക്കെ പൊക്കോട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഇത്. ഇനി തിരിച്ചു വരണ്ട. ഞാൻ തിരിച്ചു വിളിക്കാൻ ഒരിക്കലും പോകത്തില്ല. ഇനി ഞാൻ തിരിച്ചു വിളിക്കാൻ പോകത്തില്ല. പോയവർ പൊക്കോട്ടെ. പക്ഷെ എനിക്ക് ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ എനിക്കിവിടെ വേണം. അത് അല്ലെങ്കിൽ ആ ഒരു നിന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ എന്തായാലും എനിക്ക് വേണം. ഞാൻ ഇനി ആരും തിരിച്ചു വിളിക്കാൻ പോകത്തില്ല. പെട്ടെന്ന് സഡനായിട്ട് പിള്ളേരോടൊന്നും ഞാൻ സിറ്റുവേഷനിൽ കയറാൻ പറയത്തില്ല. അവർക്ക് പറ്റുന്ന സമയത്ത് കയറട്ടെ, ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങട്ടെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഡിസിഷൻസ് ഒന്നും പറയില്ല ഗൈസ്. ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാരെ വന്നിരുന്ന് ഒരിക്കലും തള്ളി പറയാനും ചീത്ത വിളിക്കാനും എന്നെ കൊണ്ട് നടക്കത്തില്ല. കാരണം ഇത്രയും നാള് ഫേക്കായിട്ടല്ല നിന്നത്. എനിക്ക് അവരുടെ അടുത്തൊക്കെ അത്രയും കാര്യമുണ്ട്. അതുകൊണ്ട് അവരെ ആരെയും എനിക്ക് ഇവിടെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനും ഇത് പറയാനും ഒന്നും ദയവ് ചെയ്ത് എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഇപ്പോഴേ പറയാണ്. ബാബു പോയോ? അങ്ങനെയല്ല ബ്രോ, ബാബു പോയെന്നല്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറൻ്റ്ലി ഞാനിത് ചോദിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നവരുടെ ആൾക്കാരുടെ എണ്ണം എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇതെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ചന്ദ്രന, ബാബു, ഗീരി, നീലൻ, ബോബോയ്, വില്ലുമോന്, സ്നൈപ്പ്, കണ്ണാപ്പി, മാഡി, ബാലൻ, മണവാള, സ്രില്ല്, സാവേജ്, SRK, സക്കീർ, ഇവരെല്ലാം ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാക്കി ഞാൻ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ചോദിച്ചിട്ടില്ല, എല്ലായിടത്തും അങ്ങനെ സംസാരിച്ചിട്ടില്ല. ബാക്കി ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളെ എനിക്ക് അങ്ങനെ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിബൽ നന്നായിട്ട് അത് നോക്കിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാറിൽ പോലും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയണത്, എടാ റിബലിന്റെ കോള് കേൾക്ക്, റിബലെ നീ ലൈനപ്പ് ഇട്ടോ, ഞാൻ അങ്ങനെ പറയണേ. എനിക്കതാണ് താല്പര്യം. കാരണം അവൻ നന്നായിട്ടാ നോക്കി നടത്തിയത്. ഇത്രയും നാൾ അവർ നന്നായിട്ടാണ് നോക്കി നടത്തിയത്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് അവൻ ആ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തിയത് കൊണ്ട് എനിക്ക് അത്രയും പ്രഷർ കുറഞ്ഞ് എനിക്ക് വേറെ ഗെയിംസ് സ്ട്രീം ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു മെയിനായിട്ട്. പക്ഷേ ഇനിയിപ്പം അങ്ങനെ അവൻ പോയ സ്ഥിതിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ എനിക്കത്. അപ്പോൾ എനിക്ക് നോക്കി നടത്തിയേ പറ്റത്തുള്ളൂ. ആൻഡ് ഞാൻ മുന്നിട്ടിറങ്ങണം, ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം, ഞാൻ ആ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അങ്ങനൊരു ഇത് വേണം. അപ്പം മേ ബി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് RPയിൽ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ പോവാണ്. കാരണം അത് ചെയ്തേ പറ്റത്തുള്ളൂ. രാത്രിയിൽ മോസ്റ്റ്ലി ഇപ്പം ഞാൻ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എനിക്ക് അവരുടെ കൂടെ ഇരുന്നേ പറ്റത്തുള്ളൂ. എനിക്കത് ഇരിക്കണം ഗൈസ്. കാരണം എൻ്റെ അടുത്ത് സ്നൈപ്പ് പറഞ്ഞൊരു കാര്യം അതാണ്, ഞങ്ങൾക്ക് സരക്കണ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും. അപ്പോൾ അണ്ണൻ ഇനിയിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ കൂടെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സോ അത് എനിക്ക് ആക്റ്റീവ് ആയേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് വേറെ ആരുമില്ല ഇനി തൽക്കാലത്തേക്കിന്. അപ്പോൾ എനിക്കത് കൊടുക്കണം. ഇതാണ് ഗൈസ് എൻ്റെ സ്വർഗരാജ്യത്തിൽ ആഡി സെയിൽ ഇപ്പോൾ എടുത്താൽ ഇരട്ടി എടുക്കുക റിസർവ്. ആരെ കണ്ട് തുടങ്ങിയതല്ല TV ആയി, ഇപ്പോൾ എടുത്ത ഡിസിഷനിൽ ഒത്തിരി സന്തോഷം. ഐ ലവ് യു ടോണി. താങ്ക് യു സോ മച്ച്. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ഇതിനകത്ത് ഗൈസ്, നമ്മുടെ കുറേ ഓഡിയൻസ് കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കരുതെന്ന്. കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എല്ലാവരോടും ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു ഇതായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് നിർത്തിപ്പോയേനെ ഗൈസ്. എനിക്കിതിപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫീൽ ബാഡായി സത്യം പറഞ്ഞ. സോ നീലം നല്ലൊരു ഐഡിയലാണ്, ഉറപ്പായിട്ടും നീലം നല്ലൊരു ഐഡിയലാണ്. അവനെ കൊണ്ട് പറ്റും, അവനെ കൊണ്ട് നോക്കാൻ പറ്റും. എനിക്കത് ഉറപ്പാണ്. സോ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഗൈസ് ഞാൻ ഇവിടുന്നത് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകും, ഒരുറപ്പാണ്. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക. അത് മാത്രമേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട. ഇതൊരു ഇതായിട്ട് ഇത് ചെയ്യരുത്. അങ്ങോട്ട് ഇത് പോയി മേ ബി ചിലപ്പോൾ നാളെ
അവർ പോയി വേറെ ചിലപ്പോൾ അവർ ഗ്യാങ് തുടങ്ങാം, അല്ലെങ്കിൽ അവർ വേറെ RP കളിക്കാം. കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് നല്ലതെന്ന് പറയാം. പക്ഷെ അവിടെ പോയി അവരെ ചീത്ത വിളിക്കാനും ഇവിടെ വന്ന് നമ്മളെ ചീത്ത വിളിക്കാനും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ആരൊക്കെ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ ലിസ്റ്റ്. എനിക്ക് ടിവിയുടെ ലിസ്റ്റ് അറിഞ്ഞൂടാ. ഇനി എത്ര പേര് ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി അറിഞ്ഞൂടാ. എനിക്കതിന് നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് സീരിയസ്ലി എനിക്ക് അങ്ങനെ കുറച്ച് സമയം വേണം. കാരണം നേരെ ചെന്നിട്ട് പിള്ളേരടുത്ത് ഗൈസ് ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് നേരെ എന്നിട്ട് പിള്ളേരടുത്ത് നീ അവൻ്റെ കൂടെ പോകണം എൻ്റെ കൂടെ പോകണം എന്നുള്ളൊരു കാര്യം അവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ലഡ്ഡം അവർക്ക് ടൈം കൊടുത്തേക്കാം. പക്ഷേ ഞാനിത് ഇവിടെ വെച്ച് നിർത്തിയാൽ അതൊരു വൃത്തികെട്ട നിർത്തലായി പോകും ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാം, ഇവിടെ വെച്ച് നിർത്തിയാൽ അതൊരു വൃത്തികെട്ട നിർത്തലായി പോകും. അതിനോട് എനിക്ക് താല്പര്യമില്ല. അത്രയേ ഉള്ളൂ പറയാൻ എനിക്ക്. ആൻഡ് വൺസ് അഗെയിൻ എടാ ഉള്ളിടത്തോളം കാലം എനിക്ക് ഞാൻ തുടങ്ങിയ ഒരു സാധനം അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഗ്യാങ് എന്ന് തന്നെ പറയണം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. വേറെ എനിക്ക് ആർക്കും അത് ഇതിലേക്ക് കൊടുക്കുകയില്ല. എൻ്റെ സ്വന്തം ഗ്യാങ്ങായ ടിവിയെ ഇത്രയും നാൾ മുന്നിൽ നിന്ന് നന്നായിട്ട് നോക്കിയതിന് റിബലെ ഒരുപാട് താങ്ക് യു. ആൻഡ് ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ. സോ എനിക്കറിയാം ലൈക്ക് വൺസ് ആ ഇഷ്യൂസ് വന്നതിനോട് ബാക്ക് ടു ബാക്ക് ഇനിയിപ്പോൾ അത് എന്ത് പറഞ്ഞാലും അതിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിവേ താങ്ക് യു സോ മച്ച്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ആരോടും ഒരു ഹെയ്റ്റും ഒന്നും മനസ്സിലില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് ഇവിടുന്ന് ഞാൻ തുടങ്ങിയ സാധനം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ മൂവിങ് ഓൺ ചെയ്യുവാണ്. ഉള്ള ആൾക്കാരെ വെച്ച് എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ഉറപ്പുള്ള പിള്ളേരെ വെച്ച് ഞാൻ മുമ്പോട്ട് പോകും. അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാം. സോ എന്തിനാ മൊത്തം കമ്പാക്ക് കേറും. യാ